നമസ്കാരം. ദക്ഷിണേന്ത്യയിൽ തുടർച്ചയായി സന്ദർശനം നടത്തുകയാണ് പ്രധാനമന്ത്രി. കേരളത്തിലെ പുതിയ പരീക്ഷണങ്ങൾക്ക് മോദിയെ മുൻനിർത്തിയാണ് ബിജെപിയുടെ നീക്കം. ബിജെപിയുടെ ഈ നീക്കം വിജയം കാണുമോ? മോദി പ്രഭാവം കേരളത്തിലേശുമോ? പ്രവാസികളുടെ അഭിപ്രായം പരിശോധിക്കുകയാണ് പ്രവാസി ശബ്ദം. മോദിയുടെ വരവിൽ കേരളത്തിന് എന്ത് കിട്ടും? സ്വാഗതം. ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഇടത് സഹയാത്രികൻ വാഹിദ് നാട്ടിക, KMCC പ്രതിനിധി അനീസ്, BJP പ്രതിനിധി രമേശ് TR എന്നിവരാണ്. മൂന്ന് പേർക്കും സ്വാഗതം. ഞാൻ ആദ്യം വാഹിദിലേക്ക് പോകുന്നു. ശ്രീ വാഹിദ്, ഇവിടെ രണ്ടാം തവണയാണ് ഇപ്പോൾ മോദി തൃശ്ശൂരിലെത്തുന്നത്. നാളെ ഇപ്പോൾ ഗുരുവായൂരിലെത്തും. ഇത് BJPയുടെ ഇലക്ഷൻ കൂടി മുന്നിൽ കണ്ടുകൊണ്ടുള്ള കേരളം പിടിക്കാം, കേരളത്തിലൊരു സീറ്റ് എന്നത് ലക്ഷ്യം വെച്ചിട്ടുള്ള പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ഇത് ലക്ഷ്യം കാണും എന്നാണോ വിചാരിക്കുന്നത്? മോദി എത്തുമ്പോൾ എന്ത് സംഭവിക്കും കേരളത്തിൽ? മോദി എത്തിയാൽ എന്ത് നേടും എന്നുള്ള നിങ്ങളുടെ ചോദ്യം, സത്യത്തിൽ മോദി ഭരണകൂടം അധികാരത്തിലേറിയ അന്ന് മുതൽ കേരളം നേരിടുന്നത് ഇന്ത്യയുടെ ഒരു ഭാഗമാണ് കേരളം എന്ന് ചിന്തിക്കാത്ത രീതിയിലുള്ള അവഗണനയാണ്. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ അവഗണന, കേന്ദ്ര അവഗണന നേരിട്ട ഒരു സമയം ഉണ്ടായിട്ടില്ല. കാരണം കേരളത്തിന്റെ കടമെടുപ്പ് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളിലും പൂർണ്ണമായ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് കേരളത്തെ തകർക്കുക എന്നുള്ള അജണ്ടയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇപ്പോ ഈ ചോദ്യം ഉയർത്തുമ്പോൾ ഇതിന്റെ സാങ്കേതികമായ വശം, അല്ലെങ്കിൽ നമ്മൾ സാധാരണ ചിന്തിക്കുന്ന ഒരു കാര്യം, അദ്ദേഹം ഇവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന ഈ കേരളത്തോടുള്ള അവഗണന അല്ലെങ്കിൽ ബുദ്ധിമുട്ട്, അത് കുറച്ചുകൂടി അദ്ദേഹം യാത്രയിലൂടെ കൂടി ഈ ബുദ്ധിമുട്ടാക്കി മാറ്റും എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഈ യാത്രയിൽ ഇപ്പോ തൃശ്ശൂരിൽ വരുന്നു, ഗുരുവായൂരിൽ വരുന്നു അദ്ദേഹം. അതുപോലെ തന്നെ ഏറ്റവും അവസാനം തൃപ്രയാർ ക്ഷേത്രത്തിലേക്ക് വരുമെന്ന് പറയുന്നു. അപ്പൊ തൃപ്രയാർ ക്ഷേത്രത്തിൽ അദ്ദേഹത്തിന് ഇറങ്ങാനായിട്ട് ഹെലിപ്പാഡ് ഒരുക്കാനായിട്ട് അവിടെ വലപ്പാട് ഗ്രൗണ്ടിലുള്ള ഒരുപാട് മരങ്ങൾ നശിപ്പിക്കുന്നുണ്ട്. അങ്ങനെ ഒരു കേരളത്തിന് ഒരു നാശം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയും, കേരളത്തിൽ അപകടം കൊണ്ടുവരാൻ അദ്ദേഹത്തിന് കഴിയും എന്നുള്ളതാണ് ഈ അദ്ദേഹം വരുമ്പോൾ എന്തുണ്ടാകും എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി. ദൗർഭാഗ്യവശാൽ ഇന്ത്യയിൽ ഇങ്ങനെ ഒരു ഭരണകൂടം ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ കേരളം എന്ന സംസ്ഥാനത്തെ ഒരു തരം ശത്രുതാ മനോഭാവത്തിൽ, ഇന്ത്യ പാകിസ്ഥാൻ രീതിയിലാണ് കാണുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ആ രീതിയിൽ കണ്ടുകൊണ്ട് നേരിടുന്ന ഒരു രീതി ദൗർഭാഗ്യവശാൽ ഉണ്ട് എന്നുള്ളതാണ്. അതിപ്പോ കുറെ കാലങ്ങളായിട്ടുണ്ട്. ഇവർ അധികാരത്തിലേറിയ അന്ന് മുതലുണ്ട്. ഇവർക്ക് ആകെ ഓർമ്മ വരെ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴാണ് കേരളം എന്ന് പറയുന്ന ഒരു സംസ്ഥാനം കൂടി ഉണ്ട് എന്നുള്ള ചിന്ത വരിക. അതുവരെ കേരളത്തെ സോമാലിയയോടും ഒക്കെ തന്നെ ഉപമിക്കുകയും അങ്ങനെ കേരളത്തെ, മലയാള സ്വത്വത്തെ അവഹേളിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുക എന്നുള്ളത് ഒരു BJPയുടെ നയമാണ്. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം അവർക്ക് ഒരു MLA ഉണ്ടായിരുന്നത്, ആ MLA പോലും ഇല്ലാതാക്കിയ കേരളത്തിന്റെ ഭൗതിക നിലവാരം ഒരിക്കലും BJP പോലുള്ള വളരെ അപരിഷ്കൃതമായ മാറ്റം വരുമോ എന്നുള്ളതാണ്. വാഹിദ്, ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ TR രമേശ്, ഇവിടെ മോദി വീണ്ടും കേരളത്തിലേക്ക് വരുന്നു. ഇത്തവണ കേരളം എടുക്കാൻ ഒരുങ്ങി തന്നെയാണോ? എനിക്ക് മനസ്സിലായില്ലേ. ഇപ്പൊ അദ്ദേഹം വരുന്നത് ഒരു വിവാഹത്തിനാണ്. ആ വിവാഹത്തിന് വരുന്നു, അദ്ദേഹം 2 അമ്പലങ്ങളിൽ സന്ദർശിക്കുന്നു. അപ്പൊ ആ സന്ദർശനവുമായി ബന്ധപ്പെട്ട് എറണാകുളത്താണ് മെയിൻ ആയിട്ടുള്ള പ്രോഗ്രാംസ്, BJPയുടെ പൊളിറ്റിക്കൽ മാത്രമല്ലല്ലോ, എന്തൊക്കെയോ ഇലക്ഷനുമായി ബന്ധപ്പെട്ടുള്ള മീറ്റിംഗുകളൊക്കെ പങ്കെടുക്കില്ലേ നിങ്ങളുടെ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് താങ്കളോട്, ഞങ്ങൾ തൃശ്ശൂർ വരുന്നു എന്ന് പറയുന്നതിന്റെ ചുരുക്കാനാണ്. തൃശ്ശൂർ വരുന്നത് പൊളിറ്റിക്കൽ പ്രോഗ്രാമുകളെ ഇല്ല. തൃശ്ശൂര് പൊളിറ്റിക്കൽ പ്രോഗ്രാമുകൾ എറണാകുളത്ത് വെച്ചിട്ടാണ് BJPയുടെ പൊളിറ്റിക്കൽ പ്രോഗ്രാംസ് ഉള്ളത്. അപ്പൊ തൃശ്ശൂർ വരുന്നു അദ്ദേഹം പ്രൈവറ്റ് ആയിട്ട് അദ്ദേഹത്തിന് ഒരാള് അദ്ദേഹത്തിന് ഏറ്റവും അടുപ്പമുള്ള ശ്രീ സുരേഷ് ഗോപിയുടെ ഒരു വീട്ടിലൊരു വിവാഹം വന്നു, അദ്ദേഹത്തിനെ ക്ഷണിച്ചു, അദ്ദേഹം വരുന്നു, ഗുരുവായൂർ വരുന്നു. ആ ഗുരുവായൂർ വരുന്നു ഇതുമായിട്ട് രാഷ്ട്രീയമായി ബന്ധപ്പെടുത്തുന്നതല്ല. പിന്നെ ഒരു പ്രധാനമന്ത്രി വരുന്ന സമയത്ത് തീർച്ചയായിട്ടും ആ പ്രധാനമന്ത്രി പൊളിറ്റിക്കൽ ആയിട്ടുള്ള പ്രോഗ്രാമിൽ പൊളിറ്റിക്കൽ പാർട്ടിയുടെ ലീഡർ ആണല്ലോ, അതുണ്ടാവും. 2, വലപ്പാട് ഇദ്ദേഹം പറഞ്ഞ ഒരു നുണ ഞാൻ ഇപ്പോ പൊളിച്ചു തരാം. വലപ്പാട് ഗ്രൗണ്ടിലെ മരങ്ങൾ മുറിച്ച് മാറ്റണം. സാധാരണ ഞങ്ങളുടെ അവിടെയൊക്കെ ഗ്രൗണ്ടിൽ മരങ്ങൾ, എനിക്ക് തോന്നുന്നു നമ്മൾ അതിലേക്ക് പോകണോ? അത് വളരെ നിസ്സാരമായിട്ടുള്ള കാര്യമാണ്. പറഞ്ഞോട്ടെ, കാര്യം ഒരു നുണ ഇങ്ങനെ, അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുടെ ഒരു പ്രശ്നം എന്താണെന്നറിയോ?
നുണ പറഞ്ഞ നുണ തന്നെ ഗീബൽസൺ തന്ത്രമാണ് ഉപയോഗിക്കുക. നുണ തന്നെ സിമ്പിൾ ആണല്ലോ ഇത്. ഞാൻ വേറെ ഒന്നും പറയില്ല. അതിനുശേഷം മറ്റുള്ള കാര്യങ്ങളിലേക്ക് വരാം. ഒരു ഗ്രൗണ്ടിൽ സാധാരണ കളിക്കുന്ന ഗ്രൗണ്ടില് മരങ്ങളല്ല വെച്ച് പിടിപ്പിക്കുക. കാരണം അവിടെ ഗ്രൗണ്ട് കളിക്കാനുള്ള ഗ്രൗണ്ടിൽ നമ്മൾ മരങ്ങൾ, അങ്ങനത്തെ മരങ്ങൾ മുറിച്ച് നിൽക്കണം. ഗ്രൗണ്ടിൽ നിന്ന് മരങ്ങൾ മുറിച്ച് കേരളത്തിന് നശിപ്പിക്കുകയാണെന്ന് ഞാൻ ആദ്യമായിട്ട് ഇത്തരത്തിലുള്ള വിടുവായുത്തങ്ങൾ. അപ്പൊ അദ്ദേഹത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം കമ്മ്യൂണിസ്റ്റുകാരൻ വിടുവായുത്തേ പറയുള്ളൂ. അത് പോട്ടെ. ഇനിയിപ്പോ നരേന്ദ്രമോദി കേരളത്തിന് ഞെക്കിക്കൊല്ലാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കേരളത്തിൽ നോക്കൂ, നാഷണൽ ഹൈവേ, ഞാനൊരു ചെറിയൊരു കണക്ക് പറയാം. 2014 വരെ, 2010 തൊട്ട് 2014 വരെ കേരളത്തിൽ പണിത നാഷണൽ ഹൈവേ എടുത്തു നോക്കി കഴിഞ്ഞാൽ 212 കിലോമീറ്റർ ആണ് പുതിയതായിട്ട് റോഡുകൾ അന്ന് നിർമ്മിച്ചത്. അതായത് ഏകദേശം 1811.16 കോടി രൂപയാണ്. മറിച്ച് 2014 തൊട്ട് 2018 വരെ മുഴുവൻ ഞാൻ പറയാൻ നിൽക്കുന്ന സമയക്കുറവ് മൂലം അന്ന് അത് ആ 4 വർഷം BJPയുടെ ആദ്യത്തെ കാലഘട്ടത്തിൽ 4 വർഷം കണക്കുകളിൽ എല്ലാവർക്കും അറിയാവുന്ന കണക്കുകളായിരിക്കും എന്തൊക്കെയാണ് ഇവിടെ കേന്ദ്ര സർക്കാർ പദ്ധതികൾ നടന്നത് എന്നുള്ളത്. അല്ല, താങ്കൾ പറഞ്ഞതുപോലെ നമ്മുടെ സമയത്തിന്റെ പ്രശ്നം കൊണ്ടാണ് ഞാൻ ചോദിച്ചത്. കേരളത്തിൽ ഒരു അക്കൗണ്ട് തുറക്കാൻ ഇത്തവണയെങ്കിലും സാധിക്കുമോ? എല്ലാം കേട്ടു. എനിക്ക് അദ്ദേഹത്തിനുള്ള മറുപടി കൊടുക്കാനുള്ള സമയത്ത് താങ്കൾ ഒരു 4 തവണയായി ഇടപെടുന്നത്. ഞാൻ പറഞ്ഞു തീർന്നോട്ടെ പ്ലീസ്. 505 കിലോമീറ്റർ, അതായത് 2.5 ഇരട്ടി നാഷണൽ ഹൈവേ വെറുതെ. അത് 5978.5 കോടി രൂപ എത്ര കേരളത്തിന് കൊടുത്തത്? വാട്ടർ മെട്രോ 3200 കോടിയുടെ വാട്ടർ മെട്രോയുടെ ഉദ്ഘാടനത്തിന് വന്ന 3200 കോടിയുടെ പദ്ധതികൾക്കാണ് തറക്കല്ലിട്ടത്. ഡിജിറ്റൽ സയൻസ് പാർക്ക്, അതിനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. വിഴിഞ്ഞം പോർട്ട്, മുംബൈ കന്യാകുമാരി എക്കണോമിക് കൊറിഡോർ, ഇതെല്ലാം കേരളത്തിന് പ്രയോജനം കിട്ടണം. ഇതൊന്നൊക്കെ ഓരോരോ സബ്ജക്റ്റുകളാണ്. അതൊക്കെ അവിടെ നിൽക്കട്ടെ. ഇതൊന്നും കൂടാതെ കേരളത്തിന് എന്തൊക്കെ കിട്ടിയെന്ന് ഞാൻ പറയാം. PM കിസാൻ സമ്മാൻ നിധി, ജൽജീവൻ മിഷൻ, ഉജ്ജ്വല യോജന, ആയുഷ്മാൻ ഭാരത്, ഖേലോ ഇന്ത്യ, PM ഫസൽ ബീമ യോജന. വലിയ ലിസ്റ്റ് ആണെങ്കിൽ നമുക്കത് മാറ്റിവെച്ചാലോ മറ്റൊരു അവസരത്തിലേക്ക്? കാരണം നമുക്ക് സമയമില്ല. ഞാൻ താങ്കളോട് ചോദിച്ചതുപോലെ എനിക്കറിയാം. കാരണം പ്രധാനമന്ത്രി വരുന്ന സമയത്ത് പ്രധാനമന്ത്രി ഇതെല്ലാം കോടിക്കണക്കിന് രൂപയാണ് കേരളത്തിലെ സാധാരണ കേരളത്തിന് ചെയ്തിട്ട് പിന്നെ എന്താണ് ഇത്ര കാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്ന കേരളത്തിൽ പോയിട്ടില്ലല്ലോ ബിജെപിയുടെ ഒന്നും കൊടുത്തിട്ടില്ല. മനസ്സിലായോ? അപ്പൊ ബി ജെ പി ഭരിക്കുന്ന കേന്ദ്ര ഗവൺമെന്റ് കൊടുത്ത കാശ് ദൂർത്തടിക്കുകയും അവരുടെ പ്രൈവറ്റ് ആയിട്ടുള്ള യാത്രകൾക്കും ഇലക്ഷൻ എഞ്ചിനീയറിംഗിന് വേണ്ടി ഉപയോഗിക്കുകയും കേരളത്തിലെ സാധാരണ ജനങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് പെൻഷനെങ്കിലും കൊടുത്തൂടെ? ആ പെൻഷൻ കൊടുക്കാത്ത ഒരു ഗവൺമെന്റ് പറയാണ് ഞങ്ങൾ എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. മദ്യമില്ലെങ്കിൽ ഇവിടുത്തെ ഗവൺമെന്റ് ഉണ്ടാ? പറയൂ, മദ്യമില്ലെങ്കിൽ ഉണ്ടാ? കാര്യം മദ്യത്തിൽ നിന്ന് വരുമാനമാണ് ഗവൺമെന്റ് ഏറ്റവും വലിയ എഞ്ചിൻ. ഇങ്ങനത്തെ ഒരു ഗവൺമെന്റ് ഉണ്ട്, ഇത്രയ്ക്കും പരിതാപകരമായ ഒരു ഗവൺമെന്റ്, കടം മേടിച്ച് മുടിയുന്ന ഒരു ഗവൺമെന്റ്. അവരുടെ പ്രതിനിധിയായ വാഹിദ് നാട്ടിൽ വന്ന് നോണ തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപരിഷ്കൃതമായ സമൂഹമാണ് കമ്മ്യൂണിസം, അപരിഷ്കൃതമായ പ്രത്യയശാസ്ത്രമാണ് കമ്മ്യൂണിസം. ഇത് മനസ്സിലാക്കിയതുകൊണ്ടാണ് ത്രിപുരയിലും ബംഗാളിലെ ആൾക്കാർ ചവിട്ടുകൊണ്ടേ. ഇവിടെ സാമ്പത്തികമായിട്ടുള്ള ഒരു ഞെരുക്കം കേരളത്തിനുണ്ട്. അത് കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കാനുള്ളതൊന്നും കിട്ടാഞ്ഞിട്ടാണ് എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ ഇവിടെ 20-ാം തീയതിയൊക്കെ വലിയ മനുഷ്യച്ചങ്ങലയൊക്കെ ഒരുങ്ങാൻ പോവുകയാണ്. താങ്കൾ ഇതൊന്നും ഇല്ലാത്ത കാര്യമാണ് എന്ന് പറയുന്നതിനോട് യോജിക്കാൻ പറ്റില്ല. ഞാൻ താങ്കളിലേക്ക് തിരിച്ചു വരാം. താങ്കളുടെ പോയിന്റ്. ഒരു മിനിറ്റ്, താങ്കൾക്ക് യോജിക്കാൻ പറ്റില്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. അങ്ങനത്തെ കാര്യങ്ങളുണ്ടെങ്കിൽ കേരളത്തിലാവണമെങ്കിൽ എവിടെയാണ് പറയേണ്ടത്? ലോക്സഭയിലും രാജ്യസഭയിലും. ഈ ലോക്സഭയിലും രാജ്യസഭയിലും എന്തുകൊണ്ടാണ് CPM-ന്റെ പ്രതിനിധികൾ ഇത് ഉന്നയിക്കാത്തത്? ഉന്നയിച്ചു കഴിഞ്ഞാൽ വ്യക്തമായ മറുപടി കിട്ടും. കാരണം അവർക്കറിയാം. അതുകൊണ്ട് അവിടെ ഒന്നും ഉന്നയിക്കില്ല. പിന്നെ മനുഷ്യ ചെങ്ങല പിടിച്ചോട്ടെ. അതാണല്ലോ ഇവർക്ക് അറിയാവുന്ന ആകെ ഒരു ജോലി, ചെങ്ങല പിടിച്ചോട്ടെ. ശരി, ശ്രീ അനീസ്, ഇവിടെ മോദി വരുന്നതിന് പല തരത്തിലാണ്. ഇപ്പം BJPയുടെ ആളുകളാണെങ്കിൽ പോലും അതിനെ പല രീതിയിലാണ് കാണുന്നത്. പല രാഷ്ട്രീയമായി കാണുന്നവരുണ്ട്. ഒരു കല്യാണത്തിന് ഒരു പ്രധാനമന്ത്രി പങ്കെടുക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് സംസാരിക്കുന്നതുണ്ട്. പക്ഷേ എന്താണ് മോദിക്ക് കേരളത്തിൽ ചെയ്യാൻ സാധിക്കുക എന്നാണ് താങ്കൾ കരുതുന്നത്? തീർച്ചയായും BJPയെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യയിലെ മാക്സിമം സീറ്റുകൾ സംഘടിപ്പിച്ചെടുക്കുക എന്ന് പറയുന്നത് അവരുടെ വലിയ ലക്ഷ്യമാണ്. യഥാർത്ഥത്തിൽ ഇന്ത്യയിലെ ഇന്നത്തെ ഒരു അവസ്ഥ മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിൽ അടക്കമുള്ള പല സ്റ്റേറ്റുകളിലും, പ്രത്യേകിച്ച് നോർത്ത് ഇന്ത്യയിലും അതേപോലെ നമ്മുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലുമെല്ലാം, നോർത്ത് ഈസ്റ്റ് സ്റ്റേറ്റുകളിലെല്ലാം ഉള്ള പ്രത്യേകത എന്ന് പറയുന്നത് BJPയോട് ഉണ്ടായിരുന്ന ഒരു മമത പലയിടത്തും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. ഇന്ത്യ മുന്നണിയുടെ അടക്കമുള്ള ഒരു ഏകീകൃത സ്വഭാവത്തിലുള്ള ഒരു പോരാട്ടം
തീർച്ചയായും BJPയെ സംബന്ധിച്ചിടത്തോളം വളരെ പേടിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഭാരത് ജോഡോ യാത്ര അടക്കമുള്ള യാത്രകൾക്ക് പോലും അവർ പേടിയോടുകൂടി ഒരു അതിനുള്ള വേദി പോലും നിഷേധിക്കുന്ന ഒരു അവസ്ഥ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ വരുന്ന സാഹചര്യത്തിൽ ദക്ഷിണേന്ത്യയിൽ നിന്ന് കുറച്ചുകൂടി സീറ്റുകൾ ഒപ്പിക്കാൻ കഴിയുമോ എന്നുള്ള ഒരു തന്ത്രപ്പാടിന്റെ സുരേഷ് ഗോപിയുടെ മകളുടെ വിവാഹത്തിൽ മോദി പങ്കെടുത്താൽ എന്നാ പിന്നെ സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തേക്കാം, ഇല്ലെങ്കിൽ BJPക്ക് വോട്ട് ചെയ്തേക്കാം എന്ന് വിചാരിക്കുന്ന മനുഷ്യരാണോ നമ്മുടെ നാട്ടിലുള്ളത്? അല്ല, ഒരിക്കലും പ്രധാനമന്ത്രിയുടെ നിരന്തരമായിട്ടുള്ള കേരളത്തിലേക്കുള്ള വരവ് രാഷ്ട്രീയപരമായി ഞങ്ങളെ UDFന്റെ പ്രവർത്തകരെ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം പേടിപ്പെടുത്തുന്ന ഒന്നേയല്ല. നിലവിൽ കേരളത്തിലെ ലോക്സഭാ സീറ്റുകളുടെ കാര്യത്തിൽ ഞങ്ങൾ വളരെ ബഹുദൂരം മുന്നിലാണ് നിൽക്കുന്നത്. ഞങ്ങൾക്ക് ആ കാര്യത്തിൽ പൊളിറ്റിക്കലി യാതൊരു ഭയവുമില്ല. പക്ഷെ നരേന്ദ്രമോദി എന്ന് പറയുന്ന നേതാവ് ഏത് തരത്തിലാണ് രാജ്യത്തിന്റെ അധികാര സ്ഥാനങ്ങളിലേക്ക് എത്തിയത് എന്ന് പരിശോധിക്കുമ്പോൾ ഈ സംസ്ഥാനത്ത്, ഈ നാട്ടിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദം, ഐക്യം, ജനകീയമായിട്ടുള്ള അടിത്തറ ഇതെല്ലാം നശിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള ഗൂഢാലോചനകളിലേക്ക് വരെ അവരെത്തിപ്പോകുമോ എന്നുള്ള പേടിയുണ്ട്. ഞങ്ങൾക്കറിയാം, ഗുജറാത്തിൽ പിഞ്ചുകുട്ടികളെ വയറ്റിൽ നിന്ന് കുത്തിയെടുത്ത് തീക്കുണ്ടത്തിലേക്ക് മിസ്റ്റർ രമേശ്, താങ്കളുടെ രണ്ട് പാനലിസ്റ്റുകളും സംസാരിച്ചിരുന്നില്ല. താങ്കളിലേക്ക് വരാം താങ്കളുടെ സമയത്ത്. അല്ല, നോണ പറയുമ്പോ താങ്കൾ എന്താ ഇടപെടാത്തത്? നോണയാണ് പറയുന്നത്. അനീസ് പറയൂ. നോണയാണോ അല്ലേ എന്നുള്ളത് അന്തർദേശീയ മാധ്യമങ്ങളടക്കം റിപ്പോർട്ട് ചെയ്ത ഒരു കാലുണ്ടായിരുന്നു. ഗുജറാത്ത് കലാപത്തിന്റെ ഇരയായിട്ടുള്ള കുതുബ്ദീൻ അൻസാരിയും അതിൽ വേട്ടക്കാരനായിട്ടുള്ള വ്യക്തിയും ഒരുമിച്ച് നിന്ന് പറഞ്ഞ കഥകളുണ്ട്. അവിടുത്തെ മുൻ എം പി അടക്കമുള്ള ആളുകള് കൊല ചെയ്യപ്പെട്ട സാഹചര്യമുണ്ട്. നിങ്ങൾ മായ്ച്ചു കളയുമെന്നുള്ള യാതൊരു സംശയവും ഇല്ല. ഗുജറാത്ത് കലാപം അടക്കമുള്ള കാര്യങ്ങൾ രാജ്യത്തിന്റെ ചരിത്രത്തിൽ നിന്ന് നിങ്ങൾ മായ്ച്ചു കളയുമെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. നിങ്ങൾ പറഞ്ഞു വരുന്നത് കേട്ടാൽ തോന്നും കേരളത്തിൽ നടക്കുന്ന എല്ലാ വികസനവും നരേന്ദ്രമോദി കൊണ്ടുവന്നതാണ് എന്നുള്ളത് തോന്നും. എന്തടിസ്ഥാനത്തിലാണ് നിങ്ങൾ പറയുന്നത്? കേരളത്തിലെ ദേശീയപാത വികസനത്തിന് ഭൂമി ഏറ്റെടുത്ത് കൊടുത്തതാരാ? എല്ലാ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങളും മാറ്റിവെച്ചുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. ഇവിടെ നിലവിലുള്ള കേരളത്തിന്റെ സർക്കാരാണ് ഭൂമി ഏറ്റെടുത്ത് കൊടുക്കുന്നത്. രാജ്യത്ത് മറ്റേത് സ്റ്റേറ്റിലാണ്? 25% കോൺട്രിബ്യൂഷൻ ഫ്രം സ്റ്റേറ്റ് ഗവൺമെന്റ്. അറ്റ്ലീസ്റ്റ് അതെങ്കിലും അറിയൂ ചർച്ചയ്ക്ക് വരുമ്പോ. ഞാൻ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകണോ? അല്ല, അങ്ങനെയല്ല അനീസ്. അത് അദ്ദേഹത്തിന്റെ രീതി അദ്ദേഹം പറയുമ്പോ വാട്ടർ മെട്രോ ഉദ്ഘാടനത്തിന് വന്നപ്പോ വാട്ടർ മെട്രോയുടെ കഥ പറഞ്ഞു. വാട്ടർ മെട്രോ അതായത് നമ്മൾ അങ്ങനെ വികസന കാര്യത്തിലേക്ക് പോയാലും പദ്ധതികൾ കൊണ്ടുപോയ കാര്യത്തിലേക്ക് പോയാൽ നമുക്ക് ഒരുപാട് സമയം എടുക്കും. അതുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ പദ്ധതിയാണോ? കേരളം ഉണ്ടാക്കിയെടുത്ത പിന്നെ തിരുവനന്തപുരം എയർപോർട്ട് അടക്കം അദാനിക്ക് വിറ്റ് നിൽക്കുന്ന ഒരു സാഹചര്യത്തില് നിങ്ങൾ പറയാണ്. രണ്ട് കാര്യമുണ്ട്. നമ്മൾ ചർച്ചയ്ക്ക് ഇരിക്കുമ്പോൾ ചിലപ്പം ചില ആളുകൾ വസ്തുതകൾ മാറ്റി പറയും, ചിലപ്പം കള്ളം പറയും. ചില ആളുകൾ ഈ കാര്യങ്ങളെല്ലാം ചരിത്രം മുഴുവൻ തിരുത്തിയും സംസാരിക്കും. അപ്പം അതിലല്ല നമ്മുടെ പോയിന്റ്. മോദി കേരളത്തിൽ എത്തുകയാണെങ്കിൽ കേരളത്തിൽ ഈ പറയുന്നത് പോലെ ആളുകൾ ഇങ്ങനെയൊരു കാര്യം കൊണ്ട്, ഇല്ലെങ്കിൽ മോദി 2 തവണ വന്നു എന്നതുകൊണ്ട് മാത്രം വോട്ട് മാറ്റി കുത്താനുള്ള സാധ്യത, ഇല്ലെങ്കിൽ ഇവിടെ ഏതെങ്കിലും തരത്തിലൊരു അനുകൂല BJPക്ക് അനുകൂലമായിട്ട് കാര്യങ്ങൾ നടക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ടോ? പ്രതിപക്ഷത്തിന്റെ ഇപ്പോഴത്തെ പ്രവർത്തനം അതിൽ ഒരു നിലക്കും അതിനുള്ളൊരു സാഹചര്യം കേരളത്തിൽ നിലവിലില്ല. കേരളത്തിലെ ജനങ്ങൾ ബഹുഭൂരിപക്ഷവും വളരെ പ്രബുദ്ധമായിട്ടുള്ള ആളുകളാണ്, ജനങ്ങളാണ്. അവർക്കറിയാം രാജ്യത്ത് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് വളരെ കൃത്യമായിട്ട് അറിയാം. രാജ്യത്തിന്റെ എക്കണോമി എങ്ങോട്ടാണ് കൂപ്പികുത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ജനങ്ങൾക്കറിയാം. പിന്നെ രാജ്യത്ത് ഇപ്പോ BJP എടുത്തു കാണിക്കുന്നത് ഈ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിന്റെ പേരിൽ നടക്കുന്ന പേക്കൂത്ത് മാത്രമാണ് എടുത്തു കാണിക്കുന്നത്. ഇതിന്റെ പിന്നിൽ രാജ്യത്തെ എക്കണോമിസ്റ്റുകൾ പറയുന്ന വളരെ വലിയൊരു സ്കാം ഉണ്ട്. അതൊരു ചില്ലറ സ്കാം അല്ല. നമ്മൾക്കൊക്കെ ഊഹിക്കാൻ കഴിയുന്നതിനേക്കാൾ വലിയ തുകയുടെ വലിയ സ്കാമാണ് രാജ്യത്തെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുമായി ബന്ധപ്പെട്ടിട്ട് BJP നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സ്കാമിന്റെ ഭാഗമായിട്ട് കോടാനുകോടിയുടെ സ്വത്ത് BJP ഇതിനോടകം ആർജിച്ചു കഴിഞ്ഞിട്ടുണ്ട്. അപ്പോ ഒരു ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് മാത്രം മുന്നിൽ നിർത്തിയിട്ട് ഒരു സർക്കാരിനെ ജയിപ്പിച്ചു വിടാം എന്നുള്ള ധാരണയൊന്നും എന്തായാലും കേരളത്തിലെ ജനങ്ങൾക്കില്ല. ശരി,
ശ്രീ വാഹിദ്, ഇവിടെ കേരളത്തിലേക്ക് മോദി എത്തുമ്പോൾ ഇപ്പം നമ്മൾ ഇതുവരെ സംസാരിച്ച, അല്ലെങ്കിൽ അനീസും വാഹിദും സംസാരിച്ച പോലെയല്ല കാര്യങ്ങൾ എന്നുള്ളതിൻ്റെ വലിയ ഉദാഹരണങ്ങളുണ്ട്. കാരണം കഴിഞ്ഞ പരിപാടിയിലാണെങ്കിലും ജനങ്ങളുടെ ഒരു ഒത്തുചേരൽ, ഇല്ലെങ്കിൽ അത്രയും ആളുകളെ പങ്കെടുപ്പിക്കാൻ സാധിക്കുക. പിന്നെ ഇതിൽ 2018 ഇവിടെ കെ സുരേന്ദ്രനൊക്കെ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്, മോദിയും അമിത്ഷായും ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ അടുത്ത ഇലക്ഷനിൽ കാണാം, അതുവരെ വിശ്രമമില്ല എന്ന്. അപ്പം ഇവിടുത്തെ പ്രവർത്തനങ്ങൾ പ്രതിപക്ഷം എന്നുള്ളത് പോലും ഒരു തരത്തിലും പ്രവർത്തിക്കാൻ കഴിയാതെ, ഇല്ലെങ്കിൽ ഭരണപക്ഷത്തിനെതിരെ നിൽക്കാനോ ഇല്ലെങ്കിൽ ശബ്ദിക്കാനോ കഴിയാതെ പോകുന്ന ഒരു സാഹചര്യത്തിൽ BJP മുമ്പോട്ട് കയറി വരികയും അവിടെ അവർക്ക് കൃത്യമായിട്ട് ഒരു സീറ്റ് എന്നതിലേക്ക് എത്താൻ ദൂരം കുറയുകയും ചെയ്തൊരു സാഹചര്യം നിലവിൽ കേരളത്തിലില്ലേ? ഒരു നിലക്കുമില്ല എന്ന് മാത്രമല്ല, കേരളത്തിലെ പ്രതിപക്ഷം സജീവമായിട്ടുണ്ട് എന്നുള്ളത് കേരളത്തിൽ അറിയാവുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിലെ വിഷയം നമ്മൾ കാണേണ്ടത് ഇതിൽ അപകടത്തെയാണ്. ശരിക്ക് ഈ മോഡി വരുന്നത് എവിടെയാണ്? അദ്ദേഹം ആദ്യം വരുന്നത് ഗുരുവായൂർ അമ്പലത്തിലാണ്. ഗുരുവായൂർ അമ്പലത്തിൽ സുരേഷ് ഗോപിയുടെ വിവാഹ സ്വകാര്യ ചടങ്ങാണ്, അതെന്തോ ആകട്ടെ. എന്തായാലും സുരേഷ് ഗോപിയുടെ വിശ്വാസ പ്രമാണ പ്രകാരം അദ്ദേഹം ഇന്ന് മാതാവിന് കിരീടം വെച്ചപ്പോൾ കിരീടം വീണത് തന്നെ ഈ വിശ്വാസത്തില് ദുശകുനത്തിനൊക്കെ വലിയ പ്രസക്തി ഉണ്ട്. അപ്പൊ അദ്ദേഹത്തിന് ആകെ മൊത്തത്തിൽ ഒരു ദുശകുനമാണ് അദ്ദേഹം ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. അത് കഴിഞ്ഞ് അദ്ദേഹം ഇപ്പോൾ തൃപ്രയാർ ശ്രീരാമക്ഷേത്രത്തിലേക്കാണ് വരുന്നത്. അപ്പോൾ അവിടെയാണ് ഞാൻ പറഞ്ഞത്, ഈ ഗ്രൗണ്ടിൽ മരങ്ങൾ എന്ന് പറഞ്ഞത് അവിടെ തണൽ കൊള്ളുന്നു. ഞാൻ നാട്ടികക്കാരനാണ്, നാട്ടികയുടെ തൊട്ടടുത്ത് ഞങ്ങളൊക്കെ കളിച്ച്, അതായത് ഞങ്ങളുടെയൊക്കെ ഈ സബ് ജില്ലാ ഈ കായിക മാമാങ്കമൊക്കെ നടക്കുന്ന സ്ഥലമാണ് ഈ വലപ്പാട് ഹൈസ്കൂൾ എന്ന് പറയുന്നത്. ആ ഗ്രൗണ്ടിനോട് ചേർന്നിട്ടുള്ള തണൽ മരങ്ങൾ എന്ന് പറയുന്നത് ഞങ്ങളൊക്കെ ചെറുപ്പകാലം തൊട്ട് അതാണ് ഞങ്ങൾ. കാരണം അവിടെയാണ് ഏറ്റവും കൂടുതൽ ഈ ജില്ലയിലെ പ്രധാനപ്പെട്ട അറിയില്ലായിരുന്നു. അതെ, ആ ഗ്രൗണ്ടിനോട് ചേർന്നിട്ടുള്ള മരങ്ങളുണ്ട്. അത് ഞങ്ങളൊക്കെ സംബന്ധിച്ച് വളരെ നൊസ്റ്റാൾജിക്കാണ്. അദ്ദേഹത്തിന് അറിയാത്ത അദ്ദേഹം എന്ത് പറയുന്നു? ഞാൻ അദ്ദേഹത്തിന്റെ വാചകങ്ങൾക്ക് എപ്പോഴും മറുപടി കൊടുക്കാറില്ല. കാരണം ഈ BJP-ക്കാരുമായും ചർച്ചയ്ക്ക് പോകരുത്, ചിലയിടത്ത് നമ്മൾ കുസ്തി പിടിക്കരുത് എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ പറയട്ടെ, ഇതിൽ മറ്റൊരു കാര്യമുണ്ട് കേട്ടോ. നവകേരള സദസ്സിന്റെ ബസ് പോകാൻ വേണ്ടിയൊക്കെ മതിൽ വിളിച്ച സംഭവം അതാണ് പറഞ്ഞത്. നവകേരള സദസ്സിന്റെ ബസ് പോകുമ്പോൾ 4 ശീമക്കൊന്ന് ഒടിച്ചത് വലിയ വാർത്തയാവുകയും ചർച്ചയാവുകയും ചെയ്യുമ്പോൾ, കാലാകാലങ്ങളായി ഞങ്ങൾക്ക് തണൽമരമായിരുന്ന ഒരു പ്രദേശത്തെ, ഞങ്ങൾ ആ കായിക മത്സരങ്ങളൊക്കെ കാണാനിരുന്ന ഒരു തണൽ മരങ്ങൾ അങ്ങനെ മുറിച്ചു കളഞ്ഞിട്ട് വാർത്ത പോലും ആക്കാൻ പേടിക്കുന്ന രീതിയിൽ മാധ്യമങ്ങൾ പോലും ഭയപ്പെടുന്നു മോഡിയെ എന്നുള്ളതാണ്. എന്തായാലും ഇന്ത്യയിൽ നടത്തുന്ന അപകടകരമായ രാഷ്ട്രീയം അദ്ദേഹം കേരളത്തിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്. പക്ഷെ അദ്ദേഹത്തിന് സ്ഥലം തെറ്റി എന്നേ പറയാനുള്ളൂ. കാരണം കേരളം എന്തായാലും അദ്ദേഹം കാണുന്ന അദ്ദേഹത്തിന്റെ ഗുജറാത്ത് അല്ല. അദ്ദേഹം പ്രവർത്തിച്ച, അദ്ദേഹം ഇന്ത്യയിൽ മുഴുവൻ കാഴ്ചവെച്ചിട്ടുള്ള വർഗീയ കലാപങ്ങളിലൂടെ വോട്ട് നേടി നാടിന്റെ ആപൽക്കരമായ സാഹചര്യം ഉണ്ടാക്കിയ ഒരു മണ്ണല്ല കേരളം. ഇതിന് നല്ല മതേതരത്വത്തിന് നല്ല വളക്കൂറുള്ള മണ്ണാണ്. അതുകൊണ്ട് തന്നെ നരേന്ദ്രമോദിക്ക് അല്ലെങ്കിൽ BJP-ക്ക് ഒരു സീറ്റ് പോയിട്ട് കെട്ടിവെച്ച കാശ് കിട്ടാൻ, അതാണ് ഞാൻ പറയുന്നത്. തൃശ്ശൂരിൽ ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, കഴിഞ്ഞ പ്രാവശ്യം സുരേഷ് ഗോപിക്ക് കിട്ടിയ വോട്ട് പോലും അദ്ദേഹത്തിന് കിട്ടില്ല. അതാണ് മാതാവ് എന്ന് കാണിച്ചു കൊടുത്തത്. അദ്ദേഹം വെച്ചപ്പോൾ കിരീടം വീണത്, അത് അദ്ദേഹത്തിന്റെ ആദ്യത്തെ കിരീട വീഴ്ചയാണ്. എന്തായാലും ഈ ഏറ്റവും കുറഞ്ഞ വോട്ട് BJP-ക്ക് കിട്ടാൻ പോകുന്ന ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കൂടിയായിരിക്കും വരാൻ പോകുന്നത് കേരളത്തിൽ. അതുകൊണ്ട് അദ്ദേഹം ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അത്രയും പ്രതീക്ഷയോടെ 2024 തെരഞ്ഞെടുപ്പിനെ പ്രതീക്ഷിച്ചിരിക്കുന്ന BJP താങ്കൾ ഈ പറഞ്ഞതിനോട് ഒരു തരത്തിലും യോജിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആ പ്രവർത്തനമല്ല കേരളത്തിൽ അവർ നടത്തുന്നത്, അല്ലേ ശ്രീ രമേശ്? അല്ല, അദ്ദേഹത്തിന് പറയാലോ, അദ്ദേഹം പറഞ്ഞ പോലെ തന്നെയാണ്. അദ്ദേഹത്തിനോട് മൽപ്പിടുത്തത്തിന് പോകാതിരിക്കുകയാണ് എനിക്കും നല്ലത്. കാര്യം എന്റെ മേത്തും ചെളി വെട്ടേണ്ട കാര്യമില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനുള്ള മറുപടി പറഞ്ഞില്ലേ. പക്ഷെ അദ്ദേഹം നുണകൾ കണ്ടിന്യൂസ് ആയിട്ട് പറയുന്ന സമയത്ത് എനിക്ക് പറയാൻ പറ്റില്ലോ. അദ്ദേഹം പറഞ്ഞ വർഗീയത കളിക്കുകയാണ്. തൃപ്രയാർ ക്ഷേത്രത്തിൽ പോകുന്ന വർഗീയത പോലെയാണ് അദ്ദേഹം കാണുന്നത്. കാര്യം ശ്രീരാമക്ഷേത്രമാണല്ലോ. ശ്രീരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റുകാർക്ക് അപ്പൊ പ്രശ്നമാണ്. അപ്പൊ ശ്രീരാമക്ഷേത്രം, തൃപ്രയാർ ശ്രീരാമക്ഷേത്രം ഇനി പൊളിക്കണായിരിക്കും. അതായിരിക്കും അദ്ദേഹത്തിന്റെ ആഗ്രഹം. എന്തെങ്കിലും ആവട്ടെ. പിന്നെ പ്രബുദ്ധതയുടെ നാടാണ് കേരളം, പ്രബുദ്ധതയുടെ നാടാണ് കേരളം എന്ന് KMCC കാരനൊക്കെ ഇരുന്ന് വല്ലാണ്ട് വലിയ ഉച്ചത്തിൽ പറയാന്ന്. ഈ ഭാരതത്തിലെ മറ്റുള്ളവർക്കൊന്നും പ്രബുദ്ധത ഇല്ല എന്നാണോ അപ്പൊ ഈ രണ്ടുപേരും പറയുന്നത്? ഈ ഗുജറാത്തിലും ഈ മധ്യപ്രദേശിലും ഈ രാജസ്ഥാനിലും മറ്റുള്ളിടത്തുള്ള ആൾക്കാർക്ക് ഒന്നും പ്രബുദ്ധത ഇല്ല കേട്ടോ.
അവരൊക്കെ മണ്ടന്മാരാണ്, അവരൊക്കെ വർഗീയവാദികളാണ് എന്നാണ്. ഇന്ത്യയിലെ മറ്റുള്ള എല്ലാ സംസ്ഥാനങ്ങളും വർഗീയവാദികളാണെന്ന് പറയുന്ന INDA-കാരാണ് ഇതേ ഇരിക്കുന്നത്. ആലോചിച്ചു നോക്കൂ, ഇന്ത്യയിലെ ജനങ്ങളെ കേരളത്തിലെ സാഹചര്യമല്ല മറ്റ് സംസ്ഥാനങ്ങളിൽ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ല, എനിക്ക് തോന്നുന്നില്ല. കേരളത്തിലെ സാഹചര്യങ്ങൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള സാഹചര്യം വ്യത്യാസം ഉണ്ടാവും. പക്ഷെ കേരളത്തിലെ ജനങ്ങളുടെ പോലെ തന്നെ ഗുജറാത്തിലുള്ളതും മധ്യപ്രദേശിലുള്ളതും UP-ലുള്ളതും ഒക്കെ എല്ലായിടത്തുള്ള ആളുകൾക്കും അതേമാതിരി ബുദ്ധിയും ശക്തിയും ഒക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ ഇത്തരത്തില് മറ്റുള്ള ഭാരതത്തിലെ മൊത്തം ജനങ്ങളെ അടച്ചാക്ഷേപിക്കണതിൽ ഒരു യാഥാർത്ഥ്യം ഇല്ല. BJP-ക്ക് ഭാരതത്തിൽ അധികാരത്തിൽ വന്ന് ഒരു വർഗീയതയും കാണിച്ചിട്ടില്ല, മറിച്ച് വികസനത്തിന്റെ രാഷ്ട്രീയം മുന്നോട്ട് വെച്ചിട്ടാണ്. ആ വികസന രാഷ്ട്രീയം ഇപ്പൊ ഇദ്ദേഹം പറയുന്നത് BJP ആകെ കോൺഗ്രസിനെ പേടിച്ച് നിൽക്കുകയാണ്, അല്ലെങ്കിൽ INDA പേടിച്ച് നിൽക്കുക എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണല്ലോ 3 സംസ്ഥാനങ്ങളിൽ ഇപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ജയിച്ചത്. അവിടെ KMCC-കാരൻ പോയിട്ട് മുസ്ലിം ലീഗ് ആയിരിക്കും ജയിച്ചത്. ഭയങ്കര ആക്രമണം തന്നെ. ഇത്രയ്ക്കും വലിയ വർഗീയ പാർട്ടിയായ മുസ്ലിം ലീഗിന്റെ പ്രതിനിധിയാണ് KMCC-യുടെ ശ്രീ അനീഷ്. ഏറ്റവും വലിയ വർഗീയ പാർട്ടി, ഒരു മതത്തിന്റെ പേരിൽ നിലകൊള്ളുന്ന ഒരു പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ പ്രതിനിധി വന്നിട്ടാണ് BJP എന്ന് പറയുന്നത് ഭാരതീയ ജനതാ പാർട്ടി. അല്ല, എനിക്ക് പറയാനില്ല. എനിക്കൊരു ഒറ്റ കാര്യത്തിലെ ക്ലാരിഫിക്കേഷൻ കിട്ടിയാൽ മതി. ലീഗ് എടുത്ത ഒരു വർഗീയ നിലപാട്, ഒറ്റ നിലപാടൊന്ന് പറഞ്ഞു, ഒറ്റൊന്ന്, രണ്ടാമത്തൊന്ന് പറയണ്ട. ലീഗ് എടുത്ത വർഗീയ നിലപാടല്ലാത്ത ഒരു നിലപാട് താങ്കൾ പറയും. ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. ലീഗ് എടുത്ത ഏത് നിലപാടാണ് വർഗീയമല്ലാതിരിക്കുന്നത്? ലീഗിന്റെ ഒരു മീറ്റിംഗ് കൂടിയാൽ പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാ? ലീഗ് ഞങ്ങൾ വന്ദേമാതരം ചൊല്ലിയിട്ടാണ്. വർഗീയവാദി എന്ന് വിളിച്ചാൽ താങ്കൾ സമ്മതിക്കും? അതെങ്ങനെ വർഗീയതയാവും? അതെങ്ങനെ വർഗീയതയല്ലേ? ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ മീറ്റിംഗ് കൂടുമ്പോ മതപരമായിട്ടുള്ള ചടങ്ങ് നടക്കുന്നത് എങ്ങനെയാണ്? മതപരമായിട്ടുള്ള പ്രാർത്ഥന നടക്കുന്നത് വർഗീയതയല്ലേ? ഇന്ത്യയുടെ ഭരണഘടനയിലെ അനുസരിച്ചാണ് വിശ്വസിക്കുന്നത്. അത് വർഗീയതയല്ല എന്ന് ഉറക്കെ പറയാൻ സാധിക്കും. അതിനോട് കൂടെ തന്നെ പറയാൻ സാധിക്കും, രാജ്യം ഭരിക്കുന്ന പാർട്ടി അവരുടെ ഇംഗിതത്തിനനുസരിച്ച് രാജ്യത്തിന്റെ ശ്രീകോവിലായിട്ടുള്ള രാജ്യത്തിന്റെ ജനാധിപത്യം സംരക്ഷിക്കേണ്ട ഇന്ത്യൻ പാർലമെന്റിനെ മതകീയ ചടങ്ങുകളുടെ ഭാഗമായി ഉദ്ഘാടനം ചെയ്യുമ്പോ അത് വർഗീയതയാണെന്ന് ഉറക്കെ പറയേണ്ടി വരും. അതിന്റെ ഉള്ളിൽ ചെങ്കോൽ കൊണ്ടുവെക്കുമ്പോ ഇന്ത്യ ഹിന്ദുത്വ രാജ്യമല്ല മിസ്റ്റർ. ഇന്ത്യ രാജ്യത്തിന്റെ ജനാധിപത്യ മതേതര രാജ്യമാണ്. ശ്രീ രമേശ്, താങ്കൾ പറയുന്നതിനോട് യോജിക്കാൻ സാധിക്കില്ല. ഇവിടെ ഹൈന്ദവനും മുസൽമാനും ക്രൈസ്തവനും ജൈനനും ബുദ്ധനും എല്ലാം ഒരുമിച്ച് നിന്ന് പോരാടി ഇവിടെ അങ്ങനെ ഒരു ഹിന്ദുത്വ പാരമ്പര്യമില്ല, ഒരു ഹൈന്ദവ പാരമ്പര്യം. അത് അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമം മാത്രമാണ് നടക്കുന്നത്. ശ്രീ രമേശ്, അതിവിടെ നടക്കില്ല എന്ന് വീണ്ടും വീണ്ടും പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയും ചെയ്യും. ഒരു നിമിഷം തുടരൂ. അനീസ്, ഇവിടെ 3 തവണ, ഇപ്പൊ നാളെയും കൂടെ തൃശ്ശൂരിൽ എറണാകുളത്തും തൃശ്ശൂരിലുമായി എത്തിക്കഴിഞ്ഞാൽ 3 തവണയാണ് പ്രധാനമന്ത്രി കൊടുക്കുന്ന സമയം എനിക്ക് തരില്ല എന്ന് താങ്കൾ എടുത്തോളൂ. അനീസിലേക്കും വാഹിദിലേക്കും ഞാൻ വരാം. രമേശ്, താങ്കൾ പറഞ്ഞോളൂ. അല്ല, എനിക്കറിയില്ല. ഞാനൊരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ 1 മിനിറ്റ് കഴിയുമ്പോഴേക്കും അത് കട്ട് ചെയ്ത് താങ്കൾ മറ്റുള്ള ആളുകളുടെ അടുത്തേക്ക് പോയി. അപ്പൊ നമ്മൾ പറയുന്ന ഒരു ഫ്രീക്വൻസിയോ നമ്മൾ പറയുന്ന കാര്യങ്ങളോ കേൾക്കാനായിട്ടുള്ള ഒരു സന്നദ്ധത കാണിക്കുന്നു. ഞാൻ ഇക്കാലത്ത് ചർച്ചയാണെന്ന് അറിഞ്ഞെങ്കിൽ ഞാൻ വരില്ലായിരുന്നു. നിങ്ങൾ ചർച്ച ചെയ്തോളൂ. എനിക്ക് ശ്രീ രമേശ്, താങ്കൾക്ക് പറയാനുള്ള പറഞ്ഞു. ശ്രീ വാഹിദും അനീസും ഒരു കാര്യം ചെയ്യാം. നിങ്ങൾക്ക് ഇപ്പോ BJP-യെ തോൽപ്പിക്കണമെങ്കിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇലക്ഷന് മത്സരിക്കുക, നിങ്ങളുടെ പാർട്ടി ജയിക്കുക. എന്റെ ഒരു വോട്ടിന്റെ കാര്യമില്ല. BJP ജയിക്കാത്തത് കൊണ്ട് നമുക്ക് എന്റെ ഒരു വോട്ട് അതിൽ പ്രശ്നമില്ല. താങ്കളുടെ അഭിപ്രായം താങ്കൾ പറഞ്ഞോളൂ. അല്ല, എന്റെ അഭിപ്രായം ഞാൻ പറയുമ്പോഴേക്കും താങ്കൾ അതിന്റെ ഇടയിൽ കയറില്ല. ഒരു അഭിപ്രായം പറഞ്ഞ് മുഴുവിപ്പിക്കാൻ സമ്മതിക്കൂ പ്ലീസ്. എന്നാലും എനിക്ക് അത് മുഴുവൻ എന്താ പറയുന്നതെന്ന് കേൾക്കൂ താങ്കൾ. ഇവരെ രണ്ടാളുടെയും പാർട്ടിക്കാര് മത്സരിച്ച് വിജയിച്ച് ഭാരതത്തിൽ അധികാരത്തിൽ വന്നാൽ മതി. അപ്പൊ നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചേഞ്ച് ചെയ്യാലോ. ഞങ്ങൾ രാഷ്ട്രീയം പറഞ്ഞ്, ഞങ്ങൾ ഇവിടുത്തെ വികസനം പറഞ്ഞ്, ഞങ്ങൾ കഴിഞ്ഞ തവണ 9 വർഷം ചെയ്ത കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് ഇന്ത്യയിലെ വോട്ടർമാരെ ഞങ്ങൾ സമീപിക്കുന്നത്. ഇനി കേരളത്തിൽ ഞങ്ങൾ കുറച്ച് കുറവാണെങ്കിൽ ഞങ്ങൾ അത് കൂടുതൽ മെച്ചപ്പെടുത്താനായിട്ട് ശ്രമിക്കും. ഇതിൽ നിങ്ങൾ ബുദ്ധിമുട്ടിയിട്ടൊന്നും കാര്യം. നിങ്ങൾ ആദ്യം തന്നെ INDA എന്ന് പറഞ്ഞൊരു സംഘടന ഉണ്ടല്ലോ, അതിന്റെ അടി തീർക്കാൻ നോക്കൂ. പിന്നെ അനീസിന്റെ പാർട്ടിക്കാർക്ക് ഇപ്പൊ എനിക്കറിയാം KMCC-കാരനായ കാരണം
മുസ്ലിംകാർക്ക് അടിയൊന്നും കൊണ്ടിട്ടില്ല. പക്ഷെ പാവപ്പെട്ട കോൺഗ്രസ് ആൾക്കാരെ എടുത്ത് ചവിട്ടിയിട്ട് കൂട്ടുണ്ടായി CPM-കാര്. അതിനെങ്കിലും ഒരു ദുഃഖം കാണിക്കൂ അനീസ്. അല്ലാതെ ഞങ്ങളുടെ വെക്കറ്റ് കയറാൻ വന്നിട്ട് കാര്യമില്ല. നിങ്ങളുടെ കോൺഗ്രസ്സുകാരെ വഴി നീ നമ്മുടെ സമയം തീരുന്നു, അതുകൊണ്ടാണ് ഞാൻ എന്താ ഇടപെടുന്നു. ശ്രീ വാഹിദ്, ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം ക്രൈസ്തവ മേലധ്യക്ഷന്മാരെ കാണുക, ഇല്ലെങ്കിൽ ക്രൈസ്തവരുമായി കൂടുതൽ അടുപ്പം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തുന്നു എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ സുരേഷ് ഗോപി മാതാവിന് കിരീടം വെച്ച കാര്യം ഉൾപ്പെടെയുള്ളത്. അത് എത്രത്തോളം തൃശ്ശൂരിനെ സംബന്ധിച്ച്, താങ്കൾ കുറച്ചുകൂടി ആ റൂട്ട് അറിയാമായിരിക്കും, തൃശ്ശൂരിനെ സംബന്ധിച്ച് അത് അവിടെ എത്രത്തോളം പ്രാക്ടിക്കൽ ആകാനുള്ള സാധ്യതയുണ്ട്? നോക്കൂ, ഞാൻ നിരന്തരം പറയാറുള്ളതാണ്, കേരളത്തിലെ ഒരു സമൂഹത്തെയും ഒരു മതവിഭാഗത്തെയും അല്ലെങ്കിൽ മതേതരമായിട്ടുള്ളവരെ ആരെയും നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. അവരുടെ മുമ്പിൽ മണിപ്പൂർ നിൽക്കുന്നു, അവരുടെ മുമ്പിൽ അവരുടെ ഒറീസയിലെ തകർക്കപ്പെട്ട പള്ളികൾ നിൽക്കുന്നു. അങ്ങനെയുള്ളിടത്ത് നിങ്ങൾ ഏത് തരത്തിലുള്ള ഇത്തരം ഡ്രാമകൾ കളിച്ചാലും നിങ്ങളിപ്പോൾ കാണിക്കുന്നത് നാടകമാണെന്നും ഒരു ആത്മാർത്ഥയുടെ ഒരു അംശം പോലും ഇല്ല എന്നും തിരിച്ചറിയാനുള്ള കഴിവൊക്കെ അവർക്കുണ്ട്. പക്ഷെ തീർച്ചയായിട്ടും സുരേഷ് ഗോപി കേരളത്തിലെ ഒരു പ്രശസ്തനായ നടനാണ്. അദ്ദേഹത്തിന്റെ വിശ്വാസം, അദ്ദേഹത്തിന് ഏതെങ്കിലും മതത്തിന്റെ ആചാരങ്ങളിലേക്ക് പോകണമെങ്കിൽ പോകട്ടെ. അദ്ദേഹം ഇത്തരത്തിൽ, പക്ഷെ എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയത്തെ ഇത്രയേറെ മതവൽക്കരിച്ചുകൊണ്ട് ഇത്തരത്തിലല്ല രാഷ്ട്രീയം പോകേണ്ടത്. ഇത് നമ്മുടെ നാടിന് ഒരു നിലയിലും, കേരളം പോലുള്ള അതായത് ആഗോളതലത്തിൽ ജീവിക്കുന്ന മനുഷ്യ സമൂഹമാണ് കേരളത്തിൻ്റെ. ആ മനുഷ്യരുടെ സ്വസ്ഥൈര്യമായ ജീവിതത്തെ പോലും തകർക്കുന്ന ഈ നിലപാടിൽ നിന്ന് കേരളത്തിലെ BJP-ക്കാരെങ്കിലും, കാരണം കേരളത്തിലെ BJP ഏറ്റവും ചുരുങ്ങിയത് ഇന്ത്യയിലെ മറ്റ് BJP-യിൽ നിന്ന് കുറച്ച് ഭിന്നതയുണ്ട്, കുറച്ചെങ്കിലും വ്യത്യസ്തതയുണ്ട്. എന്ത് പറഞ്ഞാലും മലയാളിയാണ് എന്നുള്ള ഒരു പ്രബുദ്ധതയുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ BJP-ക്കാരെങ്കിലും നരേന്ദ്രമോദിയോട് പറഞ്ഞു കൊടുക്കുക, ഇത് നിങ്ങളുടെ ഗുജറാത്ത് അല്ല, ഇവിടെ കലാപം നടത്തിയോ, ഇവിടെ വർഗീയ കലാപങ്ങളും ബഹളങ്ങളും അതുവഴി ഒരിക്കലും അധികാരത്തിലോ അല്ലെങ്കിൽ വോട്ട് നേടാനോ കഴിയില്ല. ആ തിരിച്ചറിവിലേക്ക് അദ്ദേഹത്തെ വരുത്താനുള്ള ഉത്തരവാദിത്തം കേരളത്തിലെ BJP നേതാക്കൾ ചെയ്യണമെന്ന്. ശ്രീ വാഹിദ്, അനീസ്, രമേശ്, നമ്മുടെ സമയം പൂർണ്ണമാവുകയാണ്, അതുകൊണ്ടാണ് ഞാൻ ഇടപെടുന്നത്. ഒറ്റ കാര്യം രമേശിനോട് മാത്രം അവസാനമായി പറഞ്ഞ് തീർക്കട്ടെ. ഹിന്ദുവിന്റെ മാത്രം രാജ്യമല്ല ഇന്ത്യ. നന്ദി ചർച്ചയിൽ പങ്കെടുത്തതിന്. ഹിന്ദുത്വമല്ല അസ്തിത്വം. ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ, ഹിന്ദു രാജ്യമല്ല. വീണ്ടും പറയുന്നു ശ്രീ രമേശ്. ചർച്ചയിൽ പങ്കെടുത്തതിന് നന്ദി അനീസ്, നന്ദി ശ്രീ വാഹിദ്. ചർച്ചയിൽ പങ്കെടുത്തതിന്. പ്രവാസി ശബ്ദം പൂർണ്ണമാവുന്നു. നമസ്കാരം.